ഓ, നിങ്ങൾ നേരത്തെ റെഡി, നമ്മൾ റെഡി ആവത്തുണ്ടല്ലേ. അപ്പോൾ കേരള പദയാത്ര ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഇന്ന് പദയാത്ര. കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള കേരള പദയാത്രകളിലെല്ലാം വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബഹുജന പങ്കാളിത്തം പദയാത്രയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും കാണുന്ന ജനക്കൂട്ടം തെളിയിക്കുന്നത്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദഗതി, ഇടതുപക്ഷ മുന്നണിയുടെ പ്രചാരണം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിലപ്പോവുന്നില്ല എന്നുള്ളതാണ് സത്യം. നിയമസഭയിൽ ധനകാര്യമന്ത്രി ഒരു കണക്ക് പറയുന്നു, സംസാരിക്കുന്ന മന്ത്രിമാർ വേറൊരു കണക്ക് പറയുന്നു. കേരളം എങ്ങനെയാണ് അവഗണിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കണക്കുമില്ലാതെ നിയമസഭാ വേദിയെ തികഞ്ഞ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാക്കുക. നിയമസഭയ്ക്കകത്ത് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയും പറയുന്നത്, മന്ത്രിമാർ പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കേന്ദ്രം എന്തെല്ലാം ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കണക്കും സർക്കാർ എവിടെയും പറയുന്നില്ല. കേരളത്തിന് ലഭിച്ച നികുതി വിഹിതത്തെ സംബന്ധിച്ചോ അധികം ലഭിച്ച മറ്റ് ആനുകൂല്യങ്ങളെ സംബന്ധിച്ചോ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിനെ സംബന്ധിച്ചോ GST ഷെയറിനെ സംബന്ധിച്ചോ കോമ്പൻസേഷനെ സംബന്ധിച്ചോ ഒന്നും തന്നെ സർക്കാർ ഒരു കണക്കും പറയുന്നില്ല. വ്യാജ പ്രചരണമാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ വിഷയത്തിൽ നിയമസഭയിലടക്കം നടത്തുന്നത്. തെരുവിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് മന്ത്രിമാർ നിയമസഭയിൽ കവലപ്രസംഗം നടത്തുകയും. കേന്ദ്ര അവഗണന എന്നുള്ളത് ഒരു പച്ചക്കള്ളമാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നത് എന്നുള്ളതാണ് സത്യം. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്ന ആളുകൾ കേരളത്തിലെ ജനങ്ങളോട് കഴിഞ്ഞ 10 വർഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയാൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവാസ്തവവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയല്ല നിയമസഭ. കേന്ദ്രം കേരളത്തെ ഏത് രീതിയിലാണ് അവഗണിക്കുന്നത് എന്ന് നിയമസഭയിലെ പ്രതിപക്ഷത്തെയെങ്കിലും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടാകും. എനിക്ക് UDF-നോട് ചോദിക്കാനുള്ളത്, VD സതീശനോടും UDF നേതാക്കളോടും ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും നടത്തുന്ന ഈ വ്യാജ പ്രചരണത്തിനോട് UDF-ന് യോജിപ്പുണ്ടോ എന്നുള്ളതാണ്. UDF നേതാക്കളോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആത്മാർത്ഥതയുള്ള, കേരളത്തോട് ആത്മാർത്ഥതയുള്ള ഒരു മുന്നണിയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കേന്ദ്രം അധികമായി നൽകി, അതിനെ സംബന്ധിച്ച് നിയമസഭയിൽ പറയാൻ തയ്യാറുണ്ടാകും. മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ടോട്ടൽ ടാക്സ് ഷെയറിൻ്റെ ആകെ നികുതി വിഹിതത്തിൻ്റെ 32% മാത്രമായിരുന്നു സംസ്ഥാനങ്ങൾ കിട്ടിയിരുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 42% നികുതി വിഹിതം കേരളത്തിന് കിട്ടിയത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ധനസഹായം ഓരോ ക്വാർട്ടറിലും 4000-5000 കോടി രൂപയുടെ ധനസഹായം തുടർച്ചയായിട്ട് കേരളത്തിന് കിട്ടിയത്. GST കോമ്പൻസേഷൻ കേരളം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിൽ സർവകാല റെക്കോർഡാണ്. ദേശീയപാത വികസനം മാത്രമല്ല, ഇപ്പോൾ ഈ വടകര റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോടിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു വടകര റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം. വടകര റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിൻ്റെ പട്ടികയിൽ വന്നിരിക്കുക. ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉണ്ടാകുന്നത്. എല്ലാ മേഖലയിലും കേന്ദ്രം കേരളത്തെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം സർക്കാർ നടത്തുകയാണ്.
സത്യം അറിഞ്ഞിട്ടും പ്രതിപക്ഷം മൗനം പാലിക്കുക.